ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരുടെ സ്മരണ പുതുക്കുന്ന ദിനം. കാലം ഏറെ മാറിയെങ്കിലും പുസ്തകങ്ങളുടെ ലോകം ഇന്നും സജീവമാണ്. എന്നാൽ വായനയുടെ രീതികളും വായനക്കാരുടെ ശീലങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അക്ഷരങ്ങളോടുള്ള മനുഷ്യന്റെ പ്രണയം അതേപടി തുടരുമ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് വായനയുടെ രീതിയും മാറി. ഒരു കാലത്ത് പത്രങ്ങളും പുസ്തകങ്ങളും വായിക്കാൻ ആളുകൾ സ്ഥിരമായി എത്തിയിരുന്ന ഇടങ്ങളായിരുന്നു വായനശാലകൾ. പുതിയ പുസ്തകങ്ങൾ എത്തുമ്പോൾ അവ വായിക്കാൻ കാത്തുനിൽക്കുന്ന വായനക്കാരും സജീവ ചർച്ചകളും വായനശാലകളുടെ നിത്യ കാഴ്ചകളായിരുന്നു. അറിവിന്റെയും സാമൂഹിക ഇടപെടലുകളുടെയും കേന്ദ്രമായി വായനശാലകൾ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം ഇന്നും പലരുടെയും ഓർമ്മകളിലുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ വായനയുടെ ലോകത്തും വലിയ മാറ്റങ്ങളുണ്ടായി. മൊബൈൽ ഫോണുകൾ, ഓഡിയോ ബുക്കുകൾ, സ്റ്റോറി ആപ്പുകൾ തുടങ്ങി നിരവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വായനയുടെ പുതിയ വാതിലുകൾ തുറന്നു. എവിടെയിരുന്നും ഏത് സമയത്തും വായിക്കാൻ കഴിയുന്ന സൗകര്യം പുതിയ തലമുറയെ ഡിജിറ്റൽ വായനയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. എങ്കിലും പുതിയ പുസ്തകങ്ങളുടെ മണം ആസ്വദിച്ചും പഴയ ഗ്രന്ഥങ്ങളുടെ ഓർമ്മകൾ തേടിയും ഇന്നും നിരവധി പേർ വായനശാലകളിൽ എത്തുന്നുണ്ട്. വായനയുടെ മാധ്യമങ്ങൾ മാറിയെങ്കിലും അറിവ് നേടാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും മനുഷ്യർ നടത്തുന്ന യാത്രയ്ക്ക് ഇന്നും വായന തന്നെയാണ് പ്രധാന കൂട്ടായി തുടരുന്നത്. വായനയുടെ മാധ്യമം മാറിയാലും അറിവ് തേടിയുള്ള മനുഷ്യന്റെ സ്വഭാവം മാറിയിട്ടില്ല. പുസ്തകത്താളുകളിലായാലും മൊബൈൽ സ്ക്രീനിലായാലും വായന തന്നെയാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പുരോഗതിയുടെ അടിസ്ഥാനം. വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന സന്ദേശമാണ് ഓരോ വായനാ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform.